ഉല്ലാസ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ സാക്ഷരതാ മിഷൻ കൊല്ലം കോർപ്പറേഷനിലെ പുള്ളിക്കട ഉന്നതിയിൽ അക്ഷര കേരളം ജനകീയ സർവേ നടത്തി. സാക്ഷരതാ മിഷൻ പ്രവർത്തകരും കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 25ഓളം NSS വോളണ്ടിയർമാരും സർവേയുടെ ഭാഗമായി. ഇത് നമ്മുടെ കൊല്ലം ചിന്നക്കടയിലെ റെയിൽവേ പുറമ്പോക്ക് ഭൂമിയാണ് പുള്ളിക്കട ഉന്നതി. അവിടെ ഒരുപാട് പേര് ഇപ്പോഴും പണ്ടേ തൊട്ടേ പഠിക്കാൻ അവസരം കിട്ടാത്ത നമ്മുടെ ഒരുപാട് അമ്മമാർ, വയസ്സായ ആളുകൾ, ചിലപ്പോൾ കുട്ടികൾ വരെ. മുമ്പ് ഞാനൊരു 6-8 വർഷം മുമ്പ് ഇതുപോലെ സ്റ്റോറി ചെയ്തിരുന്നു. കുട്ടികൾ വരെ, സ്കൂളിൽ പോകാത്ത കുട്ടികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെയാണ് സാക്ഷരതാ മിഷൻ വീണ്ടും ഇറങ്ങി ഇവരെയെല്ലാം അക്ഷരാഭ്യാസം എത്തിക്കണമെന്നുള്ള ഒരു തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാണ്ട് ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഒരു പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തന്നെ ആ സർവേ എന്ന നിലയിൽ തന്നെ നമുക്കതും തുടങ്ങി വെക്കാം. കൊച്ചിലൊക്കെ മാങ്ങ പറിക്കാനും അവരൊക്കെ ഓടിപ്പോയി. 1ാം ക്ലാസ് പോയില്ല, പിന്നെ പോയിട്ടേ ഇല്ല. പിന്നെ കളിക്കൂട്ടാരായിട്ടങ്ങ് കളിക്കാനൊക്കെ അങ്ങ് പോകും. ഇപ്പോൾ ഒരാശയുണ്ട് പഠിക്കണമെന്ന്. എനിക്കൊരു ഫോൺ മേടിച്ചു തരണം. എനിക്ക് ഫോണിൽ കൂടെ പഠിക്കണം. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടില്ല മോളെ. ഇല്ലേ? അപ്പം നമുക്ക് ഞാൻ തൊട്ട് പഠിക്കാം. ഞങ്ങളുണ്ടല്ലോ. ഉണ്ട്. എൻ്റെ മക്കളെ സഹായം വേണം. സമൂഹത്തിൽ അവശേഷിക്കുന്ന നിരക്ഷരരെയും വിവിധ കോഴ്സുകളിൽ തുടർ പഠനം നേടാൻ ആഗ്രഹിക്കുന്നവരെയും കണ്ടെത്തുകയാണ് സർവേയുടെ ലക്ഷ്യമെന്ന് കൊല്ലം മേയർ ഹാണി ബെഞ്ചമിൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒരു പേരെഴുതി ഒപ്പിടുക എന്നുള്ളത് മാത്രമാണ് ഇക്കനേനാർ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെങ്കിൽ, തുടർന്ന് വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ന് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരെ തുടങ്ങിക്കൊണ്ട് ഏത് വിദ്യാഭ്യാസവും, നമുക്ക് ആഗ്രഹിക്കുന്ന ഡിഗ്രി കോഴ്സുകളോ പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ അടക്കം പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ നേട്ടം. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് കേരളത്തിലെ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിലൂടെ ഇനിയും കമ്പ്യൂട്ടർ അടക്കം പരിശീലിക്കാനുള്ള അവസരം സർവേയിലൂടെ ജില്ലയിലെ, കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിൽ 8000 പേർക്ക് അതിനുള്ള അവസരം തുടക്കത്തിൽ കുറിച്ചുകൊണ്ടാണ് ഈ സർവേ ആരംഭിക്കുന്നത്. അച്ഛനമ്മയും കണ്ടാൽ സ്കൂളിൽ കൊണ്ട് ആക്കി 1 മാസം പോലും പഠിച്ചില്ലായിരുന്നു. സർവേയിലൂടെ കണ്ടെത്തുന്ന പഠിതാക്കൾക്ക് ഈ സാക്ഷരത, ഡിജിറ്റൽ സാക്ഷരത ഉൾപ്പെടെ പഠിക്കാൻ സാക്ഷരതാ മിഷൻ അവസരമൊരുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത പദ്ധതിയായിട്ടാണ് ഉല്ലാസ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്നുള്ള പദ്ധതി. അതിലൂടെ നമ്മുടെ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത 8000 പേർക്ക് വരെ ഈ പദ്ധതി ചേർന്ന് പഠിക്കുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. പള്ളിക്കൂടത്തിൽ പോകാത്തവർ, ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങിയവർക്കും ഇനി 12ാം തരം വരെ പഠിക്കാം. 25 പേരടങ്ങുന്ന ടീമാണിത്. നമ്മുടെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ NSSൻ്റെ വോളണ്ടിയർമാരാണ്. ഇവരാണ് സാക്ഷരതാ മിഷന് വേണ്ടി ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. മുഴുവനും വീടുകളിൽ കയറി സർവേ എടുക്കുകയാണ്. ഇവരും നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൈന്യമാണ്. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.